നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും ഇടതു വലത് കേന്ദ്രങ്ങളും സകല ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് റദ്ദാക്കിയത് ശരിയല്ല, അത് കശ്മീരിലെ ജനങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊരു നീതികേടാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്നൊക്കെയായിരുന്നു ഇവിടെയുള്ള സകല ആളുകളും ഒരേപോലെ നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കശ്മീരിലെ ജനങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ വളരെ വലിയ ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നൊരു മനോഹരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനഗറിൽ നമുക്കറിയാം 4ാം ഘട്ട വോട്ടെടുപ്പിൽ ശ്രീനഗർ മണ്ഡലവും ഉണ്ടായിരുന്നു. ശ്രീനഗറിലെ പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. 38% പോളിംഗ് ആണ് ശ്രീനഗർ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് വലിയൊരു മാറ്റമാണ് എന്നുള്ളതാണ് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം. ഈ കശ്മീരിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇതൊന്നും വെറുതെ വിളിച്ചു പറയുകയല്ല. ഈ ഒരു മാറ്റം കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് എന്തായിരുന്നു അവിടുത്തെ പോളിംഗ് എന്ന് നോക്കുമ്പോഴാണ് എത്രത്തോളം വലിയ മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഈ 2024 ശ്രീനഗറിൽ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. 2014 ശ്രീനഗർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 14%. അതേപോലെ തന്നെ 2017 ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് 7% പോളിംഗ് ആയിരുന്നു. 2019 ലോക്സഭ ഈ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 14%. എന്നാൽ 2024 ഈ സമയത്ത് പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 38%. ഏകദേശം 24% പോളിംഗ് ആണ് അവിടെ കൂടിയിട്ടുള്ളത്. അതായത് വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും യാതൊരു വെല്ലുവിളികളും ഇല്ലാതെ, അവരെ ഭയക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാത്തൊരു ഘട്ടം വന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ രംഗത്തെത്തിയിട്ട് വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വാർത്ത തന്നെയല്ലേ ഈ പോളിംഗ് ശതമാനം 38%ത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ രാജ്യത്തെ ഒരു സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലെ പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ 38%ത്തിലേക്ക് എത്തിയത്. അവിടെയായിരുന്നു ഇന്നലകളിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ തന്നെയുള്ളൊരു പോളിംഗ് ശതമാനത്തിലേക്ക് ഈ ശ്രീനഗറും നാളുകളിൽ എത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് നരേന്ദ്രമോദി സർക്കാർ തന്നെ ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ യാതൊരു തർക്കവും വേണ്ട, അടുത്ത ഇലക്ഷനിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണോ പോളിംഗ് ശതമാനം ഉണ്ടാവുക അതേപോലെ തന്നെ ഈ ശ്രീനഗറിലും ഉണ്ടാവും എന്നതുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഇതിനൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാർ ദീർഘവീക്ഷണമുള്ള സർക്കാരാണ് എന്ന് സുബോധമുള്ള സകല ആളുകളും നിരന്തരം വിളിച്ചു പറയാറുള്ളത്.